ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ടയുടെ ഡ്രീം യുഗിയാണ് വണ്ടി. അതിൻ്റെ നിലവിൽ പുകയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഓയിൽ ചെറുതായിട്ട് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ഒരു പ്രാവശ്യം ബോർ ചെയ്ത് യൂസ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഹെഡിൻ്റെ ഈ വാൽവ് യൂണിറ്റൊക്കെ ആയാലും അത്യാവശ്യം സീറ്റിങ് പോയിട്ട് ചെറിയൊരു ലീക്കേജൊക്കെ ഉണ്ട്. ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിലത്തെ ലെഫ്റ്റ് സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലെ ചെറിയ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാം ഷാഫ്റ്റിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബെയറിങ്ങുകൾ മാറ്റിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴേ നമുക്ക് ശരിക്കും പിസ്റ്റൺ കണക്ട് ചെയ്യുന്നത് ഈ കണക്ടർ റോഡുമാണ്. കണക്ടർ റോഡിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്ര ഗുണകരമല്ല. നമ്മളത് നോക്കുന്ന സമയത്ത് പ്ലേ ഉണ്ട്, ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അത്രയും പ്ലേ ഉള്ള ഇതുമേക്ക് നമുക്ക് പുതിയ സിലിണ്ടർ കിറ്റ് ഇടുന്നതിൽ വലിയ കഥയില്ല. തൽക്കാലം നമുക്കൊരു പണിയാം. എന്തായാലും ചെറിയൊരു സൗണ്ട് വേരിയേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ട് ചെറിയൊരു ഇതിൻ്റെ ചെറിയൊരു അടി പോലെ നമുക്ക് കാണുന്നുണ്ട്. ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. ഇതാണ്ടോ, അപ്പോൾ അത്രയും പ്ലേ ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയ സിലിണ്ടർ കിറ്റ് ഇതുമേക്ക് കയറ്റി സെറ്റ് ചെയ്താൽ നമുക്ക് വലിയ ഉപകാരത്തിൽ വന്നൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് സിലിണ്ടർ ബോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് സെക്കൻഡ് ബോറിങ് കിട്ടുള്ളൂ എന്തെങ്കിലും. അപ്പോൾ സെക്കൻഡ് ബോറിങ്ങിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അത് റെഡിയാക്കാം. അതിൻ്റെ ബെയറിങ്ങും മാറ്റിയിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അതാണ് നടപടി ആവുള്ളൂ. അതല്ലെങ്കിൽ ക്ലിയറായിട്ട് നമ്മൾ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അഴിച്ച് ചെയ്യേണ്ടി വരും. അതായത് ക്രാങ്കിൻ്റെ ഈ പ്ലേ അടക്കം മാറ്റിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് ഇങ്ങനെ കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് സെറ്റിങ് വരുമ്പോൾ ഫുൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും, അറിയാലോ. പിന്നെ നമുക്കിപ്പോൾ ഈ കൂട്ടത്തിൽ കിടന്ന് നമുക്ക് ഈ ടൈമിംഗ് ചെയിൻ വേണമെങ്കിൽ മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ റോളറൊക്കെയാണ് ഇരിക്കുക. റബ്ബർ ടൈപ്പ് വീലാണത്. അതൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ട് നല്ലോണം പോയത്. അപ്പോൾ അത്രയും തന്നെ തേയ്മാനം അതിൻ്റെ ഉള്ളിലുള്ള വീലുകൾക്കും ഉണ്ടാവും. അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ അതഴിച്ചിട്ട് ക്യാം ചെയിൻ കിറ്റായിട്ട് മാറ്റാം. അപ്പോൾ ക്യാം ചെയിനും വരും. അതിൻ്റെ 3 റബ്ബർ വീല് കാര്യങ്ങളുണ്ട്, പുഷോടെ കടക്കെ കിറ്റായിട്ട് വരും. അത് മേടിച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയി പോകോളും. തൽക്കാലം ക്രാങ്കിൻ്റെ കേസ് നിർത്താം. നമുക്കൊരു ഉറപ്പ് ഒരുപാട് നാൾ കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രോബ്ലം ഇതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കണക്ട് റോഡ് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞ് ചെയ്തു പോകും. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. അത്യാവശ്യം പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നൊന്നുമില്ല. അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടിയേക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനത് എൻ്റെ വർക്ക് ലെയ്ത്തിലേക്ക് വിട്ടേക്കാം. ലെയ്ത്ത് വർക്കിനുള്ള ഐറ്റംസ് ലെയ്ത്തിലേക്ക് വിട്ടേക്കാം. ഓക്കെ.